ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് APMT 2015 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് പ്രഷർ ഡെവലപ്പ് ഡ്യൂ ടു, റൂട്ട് പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ആക്റ്റീവ് അബ്സോർപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ റൂട്ട് പ്രഷർ എന്ന് പറയുന്ന ട്രാൻസ്പിരേഷൻ ഇല്ലാത്ത സമയത്ത് വെള്ളത്തിൻ്റെ ഒരു തള്ളിക്കയറ്റാണ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക്. ആ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആക്റ്റീവ്ലി മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ കൊണ്ടാണ്. ആക്റ്റീവ് മിനറൽ ഇൻടേക്ക് കൊണ്ട് ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഓഫ് വാട്ടർ അനുസരിച്ചാണ് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ചു നോക്കുക. ഇൻക്രീസ് ട്രാൻസ്പിരേഷൻ കുറയുമ്പോഴാണ് റൂട്ട് പ്രഷർ ഉണ്ടാവുക അല്ലേ. ആക്റ്റീവ് അബ്സോർപ്ഷൻ, ഓക്കെ, ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻടേക്ക് ഓഫ് വാട്ടർ വിൽ ബി ഇൻക്രീസ്ഡ്. അത് അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ്, ലോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഇൻ സോയിലിൽ എപ്പോഴും ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. കാരണം എന്താ? അവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് പ്ലാന്റിനെ വെച്ചിട്ട്. അപ്പോൾ അതും തെറ്റാണ്. പാസീവ് അബ്സോർപ്ഷൻ കൊണ്ട് റൂട്ട് പ്രഷർ ഉണ്ടാവില്ല. കാരണം അവിടെ റൂട്ട് പ്രഷർ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റാണ്. ആ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം എന്ന് പറയുന്നത് ആ ആക്റ്റീവ്ലി മിനറൽസ് ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? Brown algae have chlorophyll A and C and fucoxanthin. Correct. Archegonia found in bryophyte, pteridophyte and gymnosperm. Correct. Mucor has biflagellate zoospores. Mucor Phycomyces an example. Phycomyces ശരിയാണ്, zoospores ഉണ്ട്. പക്ഷേ അതിനകത്ത് മ്യൂക്കറിന് പ്ലാനോസ്പോസ് ആണ്, അസെക്ഷൽ സ്പോസ്. സോ ദിസ് ഈസ് റോങ്. ഹാപ്ലോയിഡ് എൻഡോസ്പെർം ഈസ് ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ജിംനോസ്പെർം. അതും കറക്റ്റ് ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ പ്രോകാരിയോട്ടിക് സെൽ? പ്രോകാരിയോട്ടിക് സെല്ലിൽ ഇതിനകത്ത് കാണാത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ എൻവലപ്പാണ്. ബാക്കിയെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അതിനെ പ്രോകാരിയോട്ട് എന്ന് തന്നെ പറയാനുള്ള കാരണം. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളത്, ന്യൂക്ലിയസിന് മെമ്പറൈൻ ഇല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഹാസ് ടു സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്വേ? രണ്ട് സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്വേ എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്. ഡബിൾ സർക്കുലേഷൻ കാണുന്നത് ബേർഡ്സിലും മാമൽസിലുമാണ്. സോ ഹിയർ വെയിൽ ഈസ് ദ മാമൽ. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ആനിമൽ ദാറ്റ് ലിവ് ഇൻ ഡീപ്പ് ഓഷ്യാനിക് വാട്ടർ. ഡീപ്പ് ഓഷ്യാനിക് വാട്ടറിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഡെട്രിവോഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഓക്കെ, കാരണം അവിടെ എന്താണ്? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള സൺലൈറ്റ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ലിവിങ് ഇൻ ദ സെയിം ഹാബിറ്റാറ്റ് ആൻഡ് ഹാവിങ് ഫങ്ഷണൽ ഇൻട്രാക്ഷൻ ഈസ്. അതായത് ഒരേ ഹാബിറ്റാറ്റിൽ ഫങ്ഷണലി ഇൻറ്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന പല പോപ്പുലേഷൻസ് കൂടിയതാണ് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ടിക് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ആൻസർ കേട്ടോ. ഫങ്ഷണൽ ഹാബിറ്റാറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ആസ് നിഷ് എന്നാണ്. അല്ലാണ്ട് ഒരുപാട് പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടാകുന്ന ഇൻട്രാക്ഷൻ, ഫങ്ഷണൽ ഇൻട്രാക്ഷൻ അല്ല എക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്. എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ആസ് ഇക്കോളജിക്കൽ നിഷ്. നെക്സ്റ്റ് വൺ, ദ ഓക്സിജൻ ഇവോൾവ്ഡ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് കം ഫ്രം വാട്ടർ മോളിക്യൂൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് എലമെന്റ്സ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിൽ വാട്ടർ ലൈസിങ് കോംപ്ലക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് മാംഗനീസും ക്ലോറിനുമാണ്. സോ ഹിയർ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ആക്സൈൽ പ്ലാസൻറ്റേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ. ആക്സൈൽ പ്ലാസൻറ്റേഷൻ കാണുന്നത് ലെമണിലാണ്. ഇവിടെ ആർജിമോൺ, അതേപോലെ തന്നെ ആർജിമോണിൽ പെരിയറ്റൽ പ്ലാസൻറ്റേഷൻ ആണ്. ഡയാന്തസിൽ വന്നിട്ട് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആണ്. പിയിൽ വന്നിട്ട് മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോത്ത് പെയേഴ്സ് ഹാവ് കറക്റ്റ് കോമ്പിനേഷൻ? ഇവിടെ ന്യൂട്രിയൻ സൈക്കിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഗേഷ്യസ് ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത് കാർബണും നൈട്രജനും ആണ്. സെഡിമെൻ്ററി ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത് സൾഫറും ഫോസ്ഫറസ് ആണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹ്യൂമൻ ഐ ദ ഫോവിയ ഈസ് ദ സെൻറ്റർ ഓഫ് ദ വിഷ്വൽ ഫീൽഡ് വെയർ? ഫോവിയ എന്ന് പറയുന്ന റീജിയനിലെ മാക്സിമം കോൺ സെൽസും ദർ വിൽ നോട്ട് ബി റോഡ് സെൽസ്. ഫോവിയയിലാണ് ഏറ്റവും കൂടുതൽ വിഷൻ ഉള്ളത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് high density of cones occur but has no rods. Next question, choose the wrong statement. Yeast is unicellular and useful in fermentation. Correct ആണ്. Penicillium is multicellular and produce antibiotics. Correct ആണ്. Neurospora is used in study of biochemical genetics. Correct ആണ്. Neurospora നമ്മൾ Drosophila of fungal study എന്നാണ് പറയാം. Morels and truffles are poisonous mushroom. അല്ല, morels and truffles are edible mushrooms. So that is wrong. Next one, which of the following are not membrane bound? Membrane bound അല്ലാത്ത സെൽ ഓർഗനൽ ഏതാണ്? നമുക്കറിയാം റൈബോസോമും സെൻട്രോസോമും ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് റൈബോസോം. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രാക്ഷൻ ബോത്ത് പാർട്ട്നേഴ്സ് ആർ അഡ്വേഴ്സ്ലി എഫക്റ്റഡ്? രണ്ട് പാർട്ട്ണറും നെഗറ്റീവ്ലി എഫക്റ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. മ്യൂച്വലിസത്തിൽ രണ്ടും പോസിറ്റീവ്ലി എഫക്റ്റഡ് ആണ്. കോമ്പറ്റീഷൻ അതിനകത്ത് രണ്ടും നെഗറ്റീവ്ലി എഫക്റ്റഡ് ആണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രഡേഷനിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. പാരസൈറ്റിസിലും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ്ലി affected ആയിരിക്കും.
Next question. A colorblind man marries a woman with normal sight who has no history of colorblindness in her family. What is the probability of their grandson being colorblind? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. സോ ഹിയർ ഒരു കളർ ബ്ലൈൻഡ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഈ ക്രോസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കളർ ബ്ലൈൻഡ്നെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ. ഇതാണ് ഫാദർ. മദറിന് ഒരു ഹിസ്റ്ററി ഇല്ല കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ. സോ ഷീ ഈസ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ എക്സ്. ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഞാനിവിടെ പന്നറ്റ് സ്ക്വയർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ ഫാദറിൻ്റെ ഗ്യാമീറ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ് മദറിൻ്റെ ഗ്യാമീറ്റ്. സോ ഹിയർ വി ക്യാൻ സി ദ ഫീമെയിൽ പ്രോജനി വിച്ച് ഇസ് പ്രൊഡ്യൂസ് ഫ്രം ദീസ് ഓൾ ആർ കാരിയേഴ്സ്. ഫീമെയിൽസ് ഇവിടെ എല്ലാം കാരിയേഴ്സ് ആയിരിക്കും. പക്ഷെ മെയിൽ വന്നിട്ടോ ആർക്കും കളർ ബ്ലൈൻഡ്നെസ് ഇല്ല. കാരണം അതൊരു ഹെമിസൈഗസ്, അവിടെ കാരിയർ കണ്ടീഷൻ പറയേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇവിടേക്ക് രണ്ടുപേർക്കും കാരിയർ കണ്ടീഷൻ ഉണ്ട്. നൗ ഇഫ് വി സി ദ നെക്സ്റ്റ് ക്രോസ്, ഇവർക്ക് ഗ്രാൻഡ് സണ്ണിൽ എത്ര പോസിബിലിറ്റി ഉണ്ട് കളർ ബ്ലൈൻഡ് ആവാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ 4 പ്രോജനിയുടെ 4 മക്കളുടെ കാര്യം നോക്കണം അല്ലേ. ആദ്യം നമുക്ക് ഈ പെണ്ണിൻ്റെ ഈ ഫീമെയിലിൻ്റെ മക്കളുടെ കാര്യം നോക്കാം. സോ ഹിയർ ഐ ഹാവ് റിട്ടൺ ദിസ് ഫീമെയിൽ ആൻഡ് അവർക്ക് നെക്സ്റ്റ് ജനറേഷനിൽ ഈ ഫീമെയിൽ ഒരിക്കലും ഒരു മെയിലുമായിട്ട് എന്താണ് മെയ്റ്റിംഗ് നടക്കുമ്പോൾ മെയിൽ അബ്നോർമലാന്ന് പറയുന്നില്ല എക്സ് ക്രോമസോമിൽ. അതുകൊണ്ട് തന്നെ മാൻ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഹിയർ വി ക്യാൻ സി വൺ സൺ ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. ഈ എക്സും കൂടി കൂടിയിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള എക്സുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഫീമെയിൽ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഈ എക്സും ഈ വൈയും കൂടി കൂടിയിട്ട് പെർഫെക്റ്റ് മാൻ ആയിരിക്കും ഉണ്ടാവുക. ഇതും കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു കാരിയർ ഫീമെയിൽ ആയിരിക്കും ഉണ്ടാവുക. ഇതും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ്ഡ് മെയിൽ ആയിരിക്കും ഉണ്ടാവുക. സോ ഹിയർ വി ക്യാൻ സി ഒരു ഡിസീസ്ഡ് മെയിലിനെ കിട്ടി. അതേപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാനിനെയും കിട്ടി. Now if we see next sun, ഇവർ അടുത്തതിൻ്റെ ഈ ക്രോസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് സണ്ണിൻ്റെ ഗ്യാമീറ്റ് ഫോം ചെയ്ത് അതേപോലെ തന്നെ അയാളുടെ മെയ്റ്റിൻ്റെ അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറുടെ എക്സ് ക്രോമസോംസ് ഇവിടെ ഒരൊറ്റ കുട്ടിക്ക് പോലും അഫക്റ്റഡ് അല്ല. കാരണം ഒരു എക്സ് ക്രോമസോം പോലും ഡിഫക്റ്റീവ് ആയിട്ടില്ല. ഇനി അടുത്തയാളുടെ നോക്കാം. അതായത് ഈ ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് കണ്ട, ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ്. അതേപോലെ തന്നെ ഇവർ കല്യാണം കഴിച്ച ഒരു നോർമൽ മെയിൽ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ് കണ്ടീഷൻ, ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ കണ്ടീഷൻ ഉണ്ട്, സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് കണ്ടീഷൻ ഉണ്ട്, കാരിയർ ആണ്. അതുപോലെ തന്നെ സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ കണ്ടീഷൻ ഉണ്ട്. നോക്കിക്കേ, അപ്പോൾ അത് ഇതും ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള സണ്ണാണ്. ഇയാൾ പെർഫെക്റ്റ് ആണ് അല്ലേ. നൗ ഇഫ് വി സീ ദ നെക്സ്റ്റ് വൺ വി ക്യാൻ സീ ദിസ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ദിസ് സൺ. ഓക്കെ, ഇവരുടെ കുട്ടീനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പറ്റിയിട്ട്. എക്സ് വൈ എക്സ് എക്സ് കണ്ടീഷൻ, ഇത് നോർമൽ ലേഡി പുറത്തുനിന്ന് വന്ന് ഇയാൾ കല്യാണം കഴിച്ചത്. സോ എക്സ് 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 വൈ കണ്ടീഷൻ ഇവിടെ എല്ലാം എന്താണ് നോർമലാണ്. അപ്പോൾ ഇവിടെ എത്ര മെയിൽ പ്രോജനി ഉണ്ട് നോക്കിയേ. ഇതൊരു മെയിൽ പ്രോജനിയാണ്. ഇത് നോക്കണ്ട കേട്ടോ, കാരണം ഗ്രാൻഡ് സണ്ണിൽ എത്ര എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് സൺ 1 2 3 4 5 6 7 8 ഗ്രാൻഡ് സൺ ഉണ്ട്. 8 ഗ്രാൻഡ് സണ്ണിൽ എത്ര ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രാൻഡ് സൺ ഉണ്ട്? 1 2. സോ ഹിയർ 2 out of 8 ഈസ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 out of 4 ഈസ് ഡിഫക്റ്റീവ്. ദാറ്റ് മീൻസ് 0.25 അല്ലേ. സോ 0.25 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കി ചെയ്യണം കേട്ടോ. അത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്ടോപിക് പ്രഗ്നൻസീസ് ആർ റെഫേർഡ് ടു ആസ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് യൂട്രസിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്ത് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നതിനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ ഹിയർ ദ ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ അറ്റ് സൈറ്റ് അതർ ദാൻ യൂട്രസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്ടോപിക് പ്രഗ്നൻസി. നെക്സ്റ്റ് വൺ, സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻ ആർ. മെംബ്രെയിൻ ഇല്ലാത്തത് റൈബോസോം ആണ്. അപ്പോൾ ഇതിനകത്ത് റൈബോസോം ഉണ്ട്, ഇതിനകത്ത് റൈബോസോം ഉണ്ട്, ഇതേപോലെ ഇതിനും റൈബോസോം ഉണ്ട്. സോ ഹിയർ ലൈസോസോം, ഗോൾജി പാരറ്റസ്, മൈറ്റോകോൺഡ്രിയ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. സെൽ വോൾ ഈസ് ആബ്സെന്റ് ഇൻ. സെൽ വോൾ ഇല്ലാത്ത ഒരു ബാക്ടീരിയയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ സെൽ വോളിലെസ് സ്മോളസ്റ്റ് ബാക്ടീരിയ വിച്ച് ഈസ് പത്തോജനിക് ടു ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടേം, ദ ടേം ലിങ്കേജ് വാസ് കോയിൻഡ് ബൈ ടി എച്ച് മോർഗൻ. ടി എച്ച് മോർഗൻ ആണ് ലിങ്കേജ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾ ഡസ് ഹാവ് എ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് കാണുന്നത് ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഇടയിൽ ന്യൂക്ലിക് ആസിഡിലാണ്. സോ ഹിയർ വി ക്യാൻ സി ന്യൂക്ലിക് ആസിഡ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. Next one, the primary dentition in human differs from permanent dentition in not having one of the following type of teeth. Primary dentition എന്ന് പറയുന്നത് മിൽക്ക് ടീത്തിൻ്റെ ഫോർമുലയാണ് 2102. 2102. Okay, so this is incisors, this is canine, this is premolars, this is molars. ഇനി 2123. 2123
2, 3 ഇതാണ് മെച്യൂർ ടീത്ത് എന്ന് പറയുന്നത്. സോ ഹിയർ ഈ 2 ആണ് മിസ്സായിട്ടുള്ളത്, അതായത് ഈ പ്രീമൊളാസ് ആണ് ഇവിടെ മിസ്സായിട്ടുള്ളത്. സോ പ്രീമൊളാസ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദ മിൽക്ക് ടീത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോട്ടോപ്ലാസ്റ്റ് ഈസ് എ സെൽ. പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെല്ലിന് വിത്തൗട്ട് സെൽ വോൾ, അതിനെയാണ് പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് കണ്ടന്റ് ഓഫ് ദ സെൽ, സെൽ വോൾ, സെൽ മെമ്പറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാഗത്തിന് സെൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് വിത്തൗട്ട് സെൽ വോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദ സെൽ വോൾ ഫോം 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽ വിച്ച് ഫിറ്റ് ടുഗദർ. 2 ഓവർലാപ്പിംഗ് സ്ട്രക്ചർ ഉള്ള സെൽ വോൾ ഉള്ളത് ഡാറ്റംസിലാണ്. ഡാറ്റംസ് കംസ് ആൻഡ് ക്രൈസോഫൈറ്റ്. സ്ലൈം മോൾഡിന് സെൽ വോളില്ല. യൂഗ്ലിനോയിഡ്സിന് പെല്ലിക്കിൾ എന്ന് പറയുന്ന പ്രോട്ടീനേഷ്യസ് കവറിംഗ് ഉള്ളൂ. ഡൈനോഫ്ലാജലേറ്റിന് സെൽ വോൾ എന്ന് പറയുന്ന സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ DNA molecule to which the gene of interest is integrated for cloning is called as. Gene of interest ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് വെക്ടറിൻ്റെ ഉള്ളിലാണ്. സോ വെക്ടർ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം പ്രൊഡ്യൂസസ്. മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. പോളൻ ഗ്രെയിനകത്ത് 2 ജനറേറ്റീവ് സെല്ലും ഒരു വെജിറ്റേറ്റീവ് സെല്ലും ആണുള്ളത്. ജനറേറ്റീവ് സെല്ലിനെ നമുക്ക് സ്പേം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹിയർ 2 sperms and 1 vegetative cell. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോക്കനട്ട് വാട്ടർ ഫ്രം എ ടെൻഡർ കോക്കനട്ട് ഈസ്. ടെൻഡർ കോക്കനട്ടിൽ കാണുന്ന കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്ന ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. Next question, the species confined to a particular region and not found elsewhere is termed as endemic species ആണ്. ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം കാണും, പക്ഷേ വേറെ എവിടെയും കാണാത്ത ഒരു സ്പീഷീസ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഒക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, മെറ്റാജനസിസ് റെഫേഴ്സ് ടു. മെറ്റാജനസിസ് എന്ന് പറയുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ഓർഗാനിസംസിനാണ്. അതായത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ ഫേസ് ഓഫ് ആൻ ഓർഗാനിസത്തിൽ ഓൾട്ടർനേഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിനാണ് നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയുന്നത്. മെറ്റാജനസിസ് കാണിക്കുന്ന ഒരു ഫൈലത്തിന് എക്സാമ്പിളാണ് സീലൻഡറേറ്റ അല്ലെങ്കിൽ നൈഡേറിയ എന്ന് പറയുന്നത്. ഓക്കെ, മെഡൂസ, പോളിപ് ഫോം. നെക്സ്റ്റ് വൺ, ദ എൻസൈം ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ സക്കസ് എൻറ്ററിക്കസ്. സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് ആണ്. അതിനകത്ത് കാണാത്ത ഒരു എൻസൈം എന്ന് പറയുന്നത് ന്യൂക്ലിയേസ് എൻസൈമാണ്. അതിനകത്ത് ന്യൂക്ലിയോറ്റിഡേസ് എൻസൈമും ന്യൂക്ലിയോസിഡേസ് എൻസൈമും ഉണ്ട്. ന്യൂക്ലിയേസ് എൻസൈം ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പാൻക്രിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, eutrophication of water bodies leading to killing of fishes is mainly due to non-availability of. eutrophication of water എന്ന് പറയുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസസ് വാട്ടറിൽ അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ സീവേജ് വേസ്റ്റ് അടിഞ്ഞുകൂടുന്നതിനെയാണ്. ഈ സീവേജ് വേസ്റ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഡീഗ്രഡേഷൻ്റെ അളവ് കൂടും. ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കുന്ന ഓക്സിജൻ്റെ പ്രസൻസിലായതുകൊണ്ട് കുറേ ഓക്സിജൻ അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാട്ടർ ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ എന്താവും, ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ വാട്ടർ ബോഡിയിൽ സാധാരണ കാണുന്ന ഓർഗാനിസംസ് ലൈക്ക് ഫിഷസ് ഇറ്റ് വിൽ ഡൈ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓക്സിജൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാപ് ജംഗ്ഷൻ ഈസ് ടു. ഗ്യാപ് ജംഗ്ഷൻ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ കണക്ടിങ് ദ സൈറ്റോപ്ലാസം ഫോർ റാപ്പിഡ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺ, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് സം ലാർജ് മോളിക്യൂൾ. അതായത് 2 സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് വലിയ മോളിക്യൂളും ചെറിയ മോളിക്യൂളും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ കാണുന്ന ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഗ്യാപ് ജംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് മൈക്രോബ്സ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. സക്കറമൈസിസ് സെറിവേഷ്യ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. മൊണാസ്കസ് പർപ്യൂറിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിനാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. അല്ല, സ്റ്റാറ്റിൻ ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൊണാസ്കസ് പർപ്യൂറിയസ്. നെക്സ്റ്റ് വൺ, ട്രൈക്കോഡെർമ പോളിസ്പോറം. അത് സെക്രീറ്റ് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈക്ലോസ്പോറിൻ എ ആണ്. സൈക്ലോസ്പോറിൻ എ വന്നിട്ട് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. നെക്സ്റ്റ് വൺ, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ripening the Swiss cheese. So here the correct option is 2. Next one, arrange the following events of meiosis in correct sequence. Correct sequence le meiosis le events arrange cheya. So here the crossing over synapses, terminalization of chiasmata, disappearance of nucleus. ആദ്യം സിനാപ്സിസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ നടന്നിട്ടും ടെർമിനലൈസേഷൻ നടക്കും ഓഫ് കയാസ്മേറ്റ, ഡിസപ്പിയർ. ആഫ്റ്റർ ദാറ്റ് ദ ന്യൂക്ലിയോളസ് വിൽ ബി ഡിസപ്പിയർഡ്. ഇത്രയും സംഗതികൾ നടക്കുന്ന പ്രോഫേസിലാണ്. അതിനകത്ത് ഫസ്റ്റ് സിനാപ്സിസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സൈഗോട്ടീൻ സ്റ്റേജിലാണ്, ക്രോസിംഗ് ഓവർ പാക്കറ്റീൻ സ്റ്റേജിലാണ്, ടെർമിനലൈസേഷൻ നടക്കുന്ന ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്, ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയോളസ് നടക്കുന്നത് ഡയാകൈനസിസ് സ്റ്റേജിലാണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ബി എ സി ഡി. നെക്സ്റ്റ് വൺ, ദ കട്ടിംഗ് ഓഫ് DNA at specific location became possible with the discovery of.
by the discovery of molecular scissors. Molecular scissors എന്ന് പറയുന്ന restriction endonuclease അല്ലെങ്കിൽ restriction enzyme ആണ്. Next question, during biological nitrogen fixation, inactivation of nitrogenase by oxygen poisoning prevented by, അതായത് nitrogenase enzyme ഓക്സിജൻ്റെ പ്രസൻസിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ നൈട്രോജിനേസ് എൻസൈം എന്താണ് ഫങ്ഷൻ ചെയ്യുന്ന അവിടെ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന സ്കാവഞ്ച് ചെയ്യുന്ന പ്രോട്ടീനാണ് ലിഗീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാഫ്റ്റഡ് കിഡ്നി ബേബി റിജക്റ്റഡ് ഇൻ എ പേഷ്യൻറ്റ് ഡ്യൂ ടു. ഗ്രാഫ്റ്റഡ് കിഡ്നി ഒരു പേഷ്യൻറ്റിൽ റിജക്റ്റ് ആവാനുള്ള കാരണം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോഡി സെൽസ് ഇൻ കോക്രോച്ച് ഡിസ്ചാർജ് ദ നൈട്രോജനസ് വേസ്റ്റ് ഇൻ ദ ഹീമോലിംഫ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് പൊട്ടാഷ്യം ന്യൂറേറ്റ് ഫോമിലാണ് ഹീമോലിംഫിലേക്ക് അത് റിലീസ് ചെയ്യുന്നത്, പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന യൂറിക് ആസിഡ് ഫോമിലായിരിക്കും. നെക്സ്റ്റ് വൺ, ഫിലിഫോം അപ്പാരറ്റസ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് തിക്കനിങ് ഓൺ ദ സൈനർജിഡ്സ് ഇൻ എംബ്രിയോ സാക്ക് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ഓൺ ദ സൈനർജിഡ്. നെക്സ്റ്റ് വൺ, ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ്. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും ഇൻക്രീസ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഫോം ചെയ്യും, അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത്. അതിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ is SO2 and NO2. Next question, the wheat grain has an embryo with one large shield shaped cotyledon known as. വലിയ കോട്ടിലിഡനെ നമ്മൾ സ്ക്യൂട്ടല്ലം എന്നും അതുപോലെ ചെറിയ കോട്ടിലിഡനെ നമ്മൾ പറയുന്ന പേര് എപ്പിബ്ലാസ്റ്റ് അല്ലെങ്കിൽ റുഡിമെന്ററി കോട്ടിലിഡൻ എന്നുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമംഗ് ചൈന റോസ്, മസ്റ്റാർഡ്, ബ്രിഞ്ചൽ, പൊട്ടറ്റോ, ഗോവ, കുക്കുംബർ, ഓണിയൻ ആൻഡ് ടൂലിപ്പ്, ഹൗ മെനി പ്ലാന്റ്സ് ഹാവ് സുപ്പീരിയർ ഓവറി? സുപ്പീരിയർ ഓവറിക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിളാണ് ചൈന റോസ്, മസ്റ്റാർഡ്, ബ്രിഞ്ചൽ. സോ ദിസ് ത്രീ. പൊട്ടറ്റോ ഇറ്റ് കംസ് അണ്ടർ സൊലാനേഷ്യ ഗൈനീഷ്യം എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓണിയൻ ആൻഡ് ടുലിപ്പ്, ദീസ് ബോത്ത് ആർ ഇൻ ലിലിയേഷ്യ ഫാമിലി, ദാറ്റ് ഈസ് ഓൾസോ ഹാവിങ് സുപ്പീരിയർ ഓവറി. ഗോവ, അതിൻ്റെ ആ ഗോവ ഫ്രൂട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ സെപ്പൽ വന്നിട്ട് ഫ്രൂട്ടിൻ്റെ അറ്റത്താണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ഇൻഫീരിയർ ഓവറി. കുക്കുംബർ ഓൾസോ ഹാസ് ഇൻഫീരിയർ ഓവറി. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സ്കെലറ്റൽ സിസ്റ്റം? നമ്മുടെ ബോണിൻ്റെ അല്ലെങ്കിൽ കാർട്ടിലേജിൻ്റെയോ ഫംഗ്ഷൻ അല്ലാത്തത്. ലോക്കോമോഷൻ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പ്രൊഡക്ഷൻ ഓഫ് എറിത്രോസൈറ്റ്, നമുക്കറിയാം ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോ എന്നാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്. സ്റ്റോറേജ് ഓഫ് മിനറൽസ്, കാൽഷ്യം ഫോസ്ഫറസിൻ്റെ സ്റ്റോറേജ് ആണ് ബോൺസ് എന്ന് പറയുന്നത്, അതും കറക്റ്റാണ്. പ്രൊഡക്ഷൻ ഓഫ് ബോഡി ഹീറ്റ്, ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, golden rice is genetically modified crop plant where the incorporated gene is mean for biosynthesis of carotene, beta carotene gene ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള, അത് സിന്തസൈസ് ചെയ്യുന്നത് വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ റിച്ച് റൈസ് ആണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോമാറ്റോഫോർ ടേക്ക് പാർട്ട് ഇൻ. ക്രോമാറ്റോഫോർ എന്ന് പറയുന്ന മെംബ്രേനസ് സ്ട്രക്ചർ പ്രസന്റ് ഇൻസൈഡ് ദ സൈനോ ബാക്ടീരിയ വെയർ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആർ പ്രസന്റ് ദാറ്റ് വിൽ ടേക്ക് പാർട്ട് ഇൻ photosynthesis. Next question, select the wrong statement. Mosaic disease in tobacco and AIDS in human beings are caused by virus is. The viroids were discovered by D.J. Vanosky. Viroids discover ചെയ്ത ടിഒ ഡൈനീർ ആണ്. ഓക്കെ, D.J. Vanosky വൈറസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത. സോ ദിസ് ഇസ് റോങ്. W.M. Stanley showed the virus could be crystallized. Correct. The term contagium vivum fluid was coined by M.W. Bejernik. അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലിയോട്രോപിക് ജീൻ. പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നതിനാണ്. സോ ഹിയർ വി ക്യാൻ സേ കൺട്രോൾസ് മൾട്ടിപ്പിൾ trait in an individual by a single gene, that is called as pleiotropic gene. One is the correct option. Next question, human urine is usually acidic because. Human urine acidic ആവാനുള്ള കാരണം H+ ന്റെ സെക്രീഷൻ കിഡ്നി ട്യൂബ്യൂളിലേക്ക് ഉള്ളതാണ്. ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്ന അൾട്രാ ഫിൽട്രേഷനും അതുപോലെ റീഅബ്സോർപ്ഷനും സെക്രീഷനും വഴിയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. സോ ഹിയർ സെക്രീഷൻ നടക്കുന്ന ഹൈഡ്രജൻ അയോൺസിൻ്റെ ആവുന്നത് കൊണ്ടാണ് ഈ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ യൂറിൻ വന്നിട്ട് acidic ആവുന്നത്. സോ ഹൈഡ്രജൻ അയോൺസ് ആർ ആക്റ്റീവ്ലി സെക്രീറ്റഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ് from proximal convoluted tubule and distal convoluted tubule. Okay, അപ്പോൾ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്സിൻ ക്യാൻ ബി അസൈഡ് ബൈ. ഓക്സിൻ അസൈ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് അവീന സിലോപ്റ്റൈൽ കർവേച്ചർ ടെസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇവിടെ അതായത് നോക്കിയ പോട്ടോമീറ്റർ എന്ന് പറയുന്ന ട്രാൻസ്പിരേഷൻ റേറ്റ് മെഷർ ചെയ്യുന്നതാണ്, അത് ഓർത്തിരുന്നോളാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവൻസ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓവുലേഷൻ ഇൻ ഹ്യൂമൻ ഫീമെയിലിൽ ഓവുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഈവൻ്റ് ഏതാണ്? LH സർജ്. ഓവുലേഷൻ നടക്കുമ്പോൾ LHൻ്റെ കൂടുതലുണ്ടാവും, LHൻ്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും, അതിന് LH സർജ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഡിക്രീസ് ഇൻ ഈസ്ട്രാഡിയോൾ മാക്സിമം ആയിരിക്കും, കുറവല്ല, അപ്പോൾ അത് തെറ്റാണ്. ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ആഫ്റ്റർ ഗ്രാഫിയൻ ഫോളിക്കിൾ കംപ്ലീറ്റ് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ
ഓവുലേഷൻ നടക്കുന്നത്. അത് കറക്റ്റാണ്. റിലീസ് ഓഫ് സെക്കൻഡറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റാണ് റിലീസ് ചെയ്യുന്നത്. മിയോസിസ് കംപ്ലീറ്റ് ആവാത്ത സെക്കൻഡറി യൂസൈറ്റാണ് റിലീസ് ചെയ്യുന്നത്. മിയോസിസ് കംപ്ലീറ്റ് ആയി ഓവമായി മാറുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. സോ ഹിയർ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ബോഡി ഹാവിംഗ് മെഷ്വർക്ക് ഓഫ് സെൽസ്, ഇന്റേണൽ cavities lined with food filtering flagellated cells and indirect development are the characteristics of phylum. ഇവിടെ flagellated cells എന്ന് പറയുന്ന കൊയാനോസൈറ്റ് ആണ്. ഇത് കാണുന്നത് പൊറിഫെറ എന്ന് പറയുന്ന ഫൈലത്തിനകത്താണ്, സ്പോഞ്ചസ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഷുഗർ മെറ്റബോളിസം. ഷുഗർ മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത ഹോർമോൺ എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോൺ അല്ലെങ്കിൽ മിനറലോ കോർട്ടിക്കോയിഡ് ആണ്. ആൽഡോസ്റ്റിറോൺ വന്നിട്ട് കിഡ്നി ട്യൂബുകളിൽ നിന്നുള്ള ഫിൽട്രേഷൻ റേറ്റ്, റീഅബ്സോർപ്ഷൻ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഷുഗർ മെറ്റബോളിസത്തിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന, കോർട്ടിസോൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഗ്ലൂക്കഗോൺ ആണ്. അതുപോലെ ഇൻസുലിനും ഷുഗർ മെറ്റബോളിസത്തിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവൻ. ബ്ലാസ്റ്റോമൈക്കോസിസ് ഒരു ഫംഗൽ ഡിസീസാണ്. സിഫിലിസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അതുപോലെ ഇൻഫ്ലുവൻസ വൈറൽ ഡിസീസാണ്. ബേബ്സിയോസിസ്, ബേബ്സിയോസിസ് എന്ന് പറയുന്ന ബേബ്സിയ പാരസൈറ്റ് ഉണ്ടാക്കുന്ന, ആനിമൽസിൽ ഉണ്ടാക്കുന്ന RBCനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ്. പാരസൈറ്റ് എന്ന് പറയുന്ന പ്രോട്ടോസോവ. ഓക്കെ, സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഹ്യൂമൻ ബീങ്സിൽ വളരെ റെയർ ആയിട്ട് അത് കാണാറുള്ളൂ കേട്ടോ. Next question, outbreeding is an important strategy of animal husbandry because it outbreeding overcome the inbreeding depression. It is useful for overcoming inbreeding depression. This is the correct option. Next one, a childless couple can be assisted to have a child through a technique called as gift. The full form of this technique is gift എന്ന് പറയുന്ന gamete intrafallopian transfer. ഒരു ലേഡിക്ക് ഗ്യാമീറ്റ് അല്ലെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു ലേഡിക്ക് ഗ്യാമീറ്റ് അല്ലെങ്കിൽ ഓവം ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ജോവ്ലെസ് ഫിഷസ് വിച്ച് ലേ എഗ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ഹൂസ് അമോസിഡ്സ് ലാർവേ ആഫ്റ്റർ മെറ്റാമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷ്യൻ ഈസ് പെട്രോമൈസൺ അല്ലെങ്കിൽ ലാംപ്രെ, മിക്സൈൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. ഇത് രണ്ടും ശരിയാണ് കേട്ടോ. സോ 1, 3 ബോത്ത് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the structure that helps some bacteria to attach on rock and or to host tissue is. ബാക്ടീരിയനെ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന സ്ട്രക്ചർ ഫിംബ്രിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇഫ് യു സസ്പെക്ട് മേജർ ഡെഫിഷ്യൻസി ഓഫ് ആൻറ്റിബോഡീസ് ഇൻ എ പേഴ്സൺ, ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് യു ലുക്ക് ഫോർ കൺഫർമേറ്ററി എവിഡൻസ്. ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രസൻറ്റ് ഇൻ സിറം ആണ്. അപ്പോൾ നമുക്ക് അവിടെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സിറം ഗ്ലോബുലിനാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഫിബ്രിനോജൻ പ്ലാസ്മ ക്ലോട്ടിംഗ് ഏജന്റ് ആണ്. സിറം ആൽബുമിൻ എന്ന് പറയുന്ന ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇൻ ഹ്യൂമൻ ഫീമെയിൽ മിയോസിസ് 2 ഈസ് നോട്ട് കംപ്ലീറ്റഡ് അൺടിൽ. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടാണ്. സോ ഹിയർ ഫെർട്ടിലൈസേഷൻ നടക്കും. അതായത് സ്പേം സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് ഓവം വിൽ ബി സ്റ്റിമുലേറ്റഡ് ഫോർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് മിയോസിസ് 2 ഫ്രം ഇറ്റ്സ് മെറ്റാഫേസ് 2. Next one, which of the following layers in an antral follicle is acellular? Antral follicle acellular ആയിട്ടുള്ള zona pellucida layer ആണ്. Next one, in his classic experiment on pea plant, Mendel did not use. Mendel യൂസ് ചെയ്യാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവിടെ പോഡ് ലെങ്ത് ആണ്. ഫ്ലവർ പൊസിഷനും സീഡ് കളറും സീഡ് ഷേപ്പും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. 7 ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ള. പോഡ് ലെങ്ത് അതിനകത്ത് കൺസിഡർ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രൂട്ട് ഈസ് പാർത്തനോകാർപ്പിക്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് ഫ്രൂട്ട് ആണ്. അതായത് ഫ്രൂട്ട് develop without fertilization. Banana is an example for that. Okay, next one, in angiosperm microsporogenesis and megasporogenesis. Microsporogenesis megasporogenesis നടക്കുന്നത് meiotic division വഴിയാണ്. So it involved meiosis. That is correct. Next question, a gene showing codominance has. Codominance എന്ന് പറയുന്നത് ഒരു ജീനിലെ 2 അലീലും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ്. Both allele independently express in the heterozygote. That is called as codominance. It is present in the blood group AB blood group. Next question, the chitinous exoskeleton of arthropod is formed by the polymerization of. Chitinous exoskeleton ഉണ്ടാക്കിയിട്ടുള്ളത് N-acetyl glucosamine polymer കൊണ്ടാണ്. That is a homopolysaccharide which is a complex homopolysaccharide. Next one, the imperfect fungi which are decomposers of litter and help in mineral cycling belongs to Deuteromyces ആണ്. Deuteromyces എല്ലാം decomposers ആണ് കേട്ടോ. Deuteromyces എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ഫംഗൈ ആണ്. ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്ന അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതുവരെ കണ്ടുപിടിക്കാത്തതാണ്. നെക്സ്റ്റ് വൺ, ദ വിങ്സ് ഓഫ് എ ബേർഡ് ആൻഡ് ദ വിങ്സ് ഓഫ് ആൻ ഇൻസെക്ട്സ് ആർ. ബേർഡ്സിൻ്റെയും ഇൻസെക്ട്സിൻ്റെയും വിങ്സ് എന്ന് പറയുന്നത് അനലോഗസ് സ്ട്രക്ചറാണ്. അത് കാണിക്കുന്നത് കൺവേർജൻറ്റ് എവല്യൂഷൻ ആണ്. അതേപോലെ തന്നെ അവർക്ക് കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടാവില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ഇൻ. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുക്കുംബറാണ്. കുക്കുംബർ മൊണീഷ്യസ് പ്ലാന്റ് ആണെങ്കിലും അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ ടോക്സിക്കൻ അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ ഈസ് നോൺ ആസ്. DDTയുടെ അക്യുമുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ ലെവലിലും കൂടി വരുന്നതിന് ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ആൻറ്റീരിയർ ഹോൺ സെൽസ് ഓഫ് ദ സ്പൈനൽ കോഡ് വുഡ് റിസൾട്ട് ഇൻ ലോസ് ഓഫ്. ഈ ആൻറ്റീരിയർ ഹോൺ സെൽ ഓഫ് ദ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ആൽഫ മോട്ടോർ ന്യൂറോണിൻ്റെ സെൽ ബോഡീസ് ആണ്. അത് സ്കെലിറ്റൽ മസിലിലേക്ക് ഇന്നർവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വോളണ്ടറി മോട്ടോർ ഇമ്പൾസസിനെ ആയിരിക്കും അത് ഇല്ലാതെയാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട്സ് പ്ലേ ഇൻസിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ. റൂട്ട്സ് ഇൻസിഗ്നിഫിക്കൻറ്റ് റോൾ, അതായത് അത്ര വലിയ കാര്യമായിട്ടുള്ള റോള് പെർഫോം ചെയ്യാത്തത് വാട്ടർ അബ്സോർപ്ഷനിൽ ഹൈഡ്രോഫൈറ്റ്സിലാണ്. സോ ഹിയർ ഹൈഡ്രോഫൈറ്റ് ഇറ്റ് ഈസ് പിസ്റ്റിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. തൈലക്കോയിഡ്. തൈലക്കോയിഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് മെംബ്രെയിനസ് സാക്ക് ഇൻ സ്ട്രോമ ആണ്. ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഇൻഫോൾഡിംഗ് ഇൻ മൈറ്റോകോൺട്രിയാണ്. അതുപോലെ സിസ്റ്ററിനെ എന്ന് പറയുന്നത് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾജി അപ്പാരറ്റസ് ഈ സിസ്റ്ററിനെ. ക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഓഫ് DNA ഈസ് ക്രോമാറ്റിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ഇവിടെ കൊടുത്തിട്ടുള്ള ക്രോമസോമും ജീനോമും ന്യൂക്ലിയോടൈഡും ജീനുമാണ്. ജീനോം എന്ന് പറയുന്ന ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ്. അതായത് നമുക്ക് 46 ക്രോമസോം ഉള്ളതിൽ 23 ക്രോമസോമിനെ ടുഗദർ നമ്മൾ പറയുന്നത് ജീനോം എന്നാണ്. അതായത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം. നെക്സ്റ്റ് വന്നിട്ട് ക്രോമസോം ആണ്. ക്രോമസോം എന്ന് പറയുന്നത് സിംഗിൾ ക്രോമസോം. ക്രോമസോമിന്റെ ഉള്ളിൽ കാണുന്നതാണ് ജീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ്. So genome, chromosome, gene, nucleotide. Genome, chromosome, gene, nucleotide. This is the correct option. Next one, which one of the following hormone those synthesized elsewhere is stored and released by the master gland. Master gland എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് സിന്തസൈസ് ചെയ്ത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസിൽ സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ആന്റിഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ആന്റിഡയൂററ്റിക് ഹോർമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഡിഫറെന്റ് കമ്പോണൻസ് ഫ്രം A to D in the list given below and tell the correct order of the components with reference to their arrangement from outside to inner side in a woody dicot stem. അതിനകത്ത് കൊടുത്തിട്ടുള്ള സെക്കൻഡറി കോർട്ടെക്സ്, വുഡ്, സെക്കൻഡറി ഫ്ലോയം, ഫെല്ലം ആണ് കേട്ടോ. വുഡ് എന്ന് പറയുന്നത് സൈലാണ് കേട്ടോ. സോ ഹിയർ വി ക്യാൻ സി the outside portion it is phellum, then secondary cortex, then after that the secondary phloem, then inner portion it is wood or xylem. Next one, which of the following joints would allow no movement? മൂവ്മെന്റ് നടക്കാത്ത ജോയിന്റ് എന്ന് പറയുന്നത് ഫൈബ്രസ് ജോയിന്റ് ആണ്. നമ്മുടെ സ്കള്ളിൽ കാണുന്ന ജോയിന്റ് ആണ് ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു RNA? RNA ഇവിടെ ആപ്ലിക്കബിൾ അല്ലാത്ത, RNA ഈസ് എ സിംഗിൾ സ്ട്രാൻഡേർഡ് സ്ട്രക്ചർ. എവിടെയെങ്കിലും ഒക്കെ കോംപ്ലിമെന്റാരിറ്റി ഉണ്ടെങ്കിൽ അവർ പെയർ ഉണ്ടാക്കുന്നല്ലാതെ അവരൊരു സിംഗിൾ സ്ട്രാൻഡേർഡ് സ്ട്രക്ചറാണ്. ചാർഗോഫ് റൂൾ. ചാർഗോഫ് റൂൾ എന്ന് പറയുന്നത് എന്താ? A+G ഡിവൈഡഡ് ബൈ T+C ഈസ് ഈക്വൽ ടു 1 ആണ്. A+G T+C റേഷ്യോ വിൽ ബി 1. അതിവിടെ അപ്ലൈഡ് അല്ല, കാരണം ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ATGC പെയർ എല്ലായിടത്തും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ഉണ്ടാക്കാം. 5' ഫോസ്ഫോറിൽ ആൻഡ് 3' ഹൈഡ്രോക്സിൽ എൻഡ് ഉണ്ടാക്കാം. ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസിസ് ഉണ്ടാവും അതിനകത്ത്. സോ ഹിയർ ഇറ്റ് ഈസ് നോട്ട് അലവിങ് ചാർഗോഫ്സ് റൂൾ. Next question, doctors use stethoscope to hear the sound produced during each cardiac cycle. The second sound is heard when? Second sound എന്ന് പറയുന്നത് ഡബ് സൗണ്ട് ആണ്. ഡബ് സൗണ്ട് ആണ്. ലബ് സൗണ്ട് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും ഡബ് സൗണ്ട് സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടുമാണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സെമി ലൂണാർ വാൽവ് ക്ലോസ് ഡൗൺ ആഫ്റ്റർ ദ ബ്ലഡ് ഫ്ലോസ് ഇൻ ടു വെസൽസ് ഫ്രോം ദ വെൻട്രിക്കിൾ. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് എക്കോളജിക്കൽ സക്സഷൻ്റെ സമയത്ത് എങ്ങനെയാണ് ഓരോ സ്പീഷീസും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതെന്ന്. ഗ്രാജ്വലി ഒരു പ്രെഡിക്റ്റബിൾ ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന സ്പീഷീസ് കോമ്പോസിഷനിൽ വ്യത്യാസം വരും. അപ്പോഴാണ് ഈ പറയുന്ന എക്കോളജിക്കൽ സക്സഷൻ ഉണ്ടാവുക. എക്കോളജിക്കൽ സക്സഷനിൽ നമുക്ക് ആദ്യം പിയോനിയറിംഗ് സ്പീഷീസ് കാണാൻ പറ്റും, പിന്നെ സിറാൽ കമ്മ്യൂണിറ്റിയാണ്, പിന്നെ അത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ദ ഗ്രാജ്വൽ ആൻഡ് പ്രെഡിക്റ്റബിൾ ചേഞ്ച് ഇൻ സ്പീഷീസ് കോമ്പോസിഷൻ ഒക്കർ ഇൻ എ ഗിവൻ ഏരിയ. പ്രെഡിക്റ്റബിൾ ചേഞ്ച് ആണ്, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ആ ഏരിയയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുകയെന്ന്. നെക്സ്റ്റ് വൺ, ഇൻ ദ ഫോളോയിങ് ഹ്യൂമൻ പെഡിഗ്രി ദ ഫിൽഡ് സിമ്പിൾസ് റെപ്രസെന്റ് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗിവൻ പെഡിഗ്രി. ഈ പെഡിഗ്രി അനാലിസിസ് വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ഹിയർ ഈ ഫേസ് ഈ പെഡിഗ്രി അറിയാൻ വേണ്ടിയിട്ട്, ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് അറിയോ? നമുക്ക് എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ, എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ ഓട്ടോസോമൽ റിസസീവ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ആദ്യം ഡോമിനൻ്റ് ആണോ റിസസീവ് ആണോ നമുക്ക് ഈസി ആയിട്ട്
കണ്ടുപിടിക്കാം. കാരണം എന്താ പറയുക, ഒരു റിസസീവ് ക്യാരക്ടർ ആണെങ്കിൽ എപ്പോഴും ഒരു ഫാദറിനും മദറിനും ഇല്ലാത്ത ഡിസീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കാണാം. ദാ ഇവിടെ അത് കാണാൻ പറ്റും, ദാ ഇവിടെ അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊരു റിസസീവ് ക്യാരക്ടറാണ്. ഇനി നമുക്ക് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ എന്ന് നോക്കിയാൽ മതി. ദാ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പുറത്തേക്ക് പാസ്സായി. ഇവിടെ ഉണ്ട് എന്നെഴുതി അത് ഡോമിനൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഇല്ലാതെ ഇരുന്നിട്ടും ഇവിടെ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് അത് കൺഫേം ചെയ്യുന്നത്, റിസസീവ് ആണ് കൺഫേം ചെയ്യുന്നത്. കാരണം ഇവിടെ രണ്ടിടത്തും ഇല്ല എന്ന് പറഞ്ഞ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷേ അത് ക്യാരി ചെയ്യുന്ന, ഡിഫക്റ്റ് ക്യാരി ചെയ്യുന്ന ജീൻ ഇവർക്ക് ആർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, അത് റിസസീവ് കണ്ടീഷനാണ്. ഇനി നമുക്ക് എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ ഓട്ടോസോമൽ റിസസീവ് ആണോ എന്നാണ് അറിയേണ്ടത്. എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണെങ്കിൽ അത് എപ്പോഴും കാണുന്നത് എവിടെയായിരിക്കും, മെയിലിലായിരിക്കും കാണുക. ഇവിടെ മെയിൽ എന്നൊന്നുമില്ല, അത് ഫീമെയിലും കാണുന്നുണ്ട്. സോ ഹിയർ ഫ്രം ദാറ്റ് ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ, ഇറ്റ് ഈസ് എ it is a autosomal recessive disorder. പിന്നെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ, സ്മോൾ എ കണ്ടീഷൻ ഇത് ഒബേ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ സ്മോൾ എ കണ്ടീഷൻ വരും. ഇവിടെ ക്യാപിറ്റൽ എ കണ്ടീഷൻ വന്നാലും ഇവിടെ ആർക്കും എഫക്റ്റഡ് ആവാതെ വരിക. അങ്ങനെ ഓരോ കണ്ടീഷൻസും എഴുതി നോക്കി നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഹിയർ ഇറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാൽബിയാനി റിങ്സ് ആ സൈറ്റ് ഓഫ്. ബാൽബിയാനി റിംഗ് എന്ന് പറയുന്ന പോളിത്തീൻ ക്രോമസോമിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. പോളിത്തീൻ ക്രോമസോം കാണുന്നത് ഇൻസെക്ട്സിൻ്റെ സലൈവറി ഗ്ലാൻസിൽ DNA റിപ്ലിക്കേഷൻ നടന്നതിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കാത്ത കണ്ടീഷനിൽ ഒരുപാട് ക്രോമസോംസ് കട്ട കൂടി കിടക്കുന്നതാണ്. അങ്ങനത്തെ ക്രോമസോമിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ആ സ്ഥലത്ത് മാത്രം ആ DNA അൺവൈൻഡിങ് ചെയ്യുമ്പോൾ ഒരു ബാൽബിയാനി റിംഗ് അല്ലെങ്കിൽ ഒരു റിംഗ് പോലത്തെ ഒരു ലൂസൻ സ്ട്രക്ചർ കാണും. അതിനെയാണ് ബാൽബിയാനി റിംഗ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. Next question, name the pulmonary disease in which alveolar surface area involved in gas exchange is drastically reduced due to damage in the alveolar walls. Alveolar walls ന് വരുന്ന ഡാമേജിന് നമ്മൾ പറയുന്ന പേരാണ് emphysema. Surface area of the lungs will be reduced. അത് ഉണ്ടാവാൻ കാരണം continuous cigarette smoking കൊണ്ടൊക്കെയാണ്. Next question, which of the following are most suitable indicator of sulfur dioxide pollution in the environment? ലൈക്കിനാണ് ഏറ്റവും suitable ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. Next one, satellite DNA is important because satellite DNA എന്ന് പറയുന്ന repeated sequence of DNA ആണ് high variability കാണിക്കുന്നതാണ്. So here it shows high degree of polymorphism in population and also the same degree of polymorphism in an individual which is heritable from parents to children. ഇത് നമുക്ക് ഫോറൻസിക് സ്റ്റഡീസിനും അതുപോലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റ് DNA നമ്മുടെ DNAക്ക് മ്യൂട്ടേഷൻ എളുപ്പം നടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ എക്സോൺ സീക്വൻസിന് പ്രൊട്ടക്ഷൻ നടക്കാതെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ക്രോമസോമിൽ ഒരു ക്രോമസോമൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ മെലാലിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇൻഡസ്ട്രിയൽ മെലാലിസം എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ, എ കോളം ഓഫ് വാട്ടർ വിത്തിൻ സൈലം വെസൽ ഓഫ് ടോൾ ട്രീ ഡസ് നോട്ട് ബ്രേക്ക് അണ്ടർ ഇറ്റ്സ് വെയിറ്റ് ബിക്കോസ് ഓഫ്. അതായത് ഒരു സൈലം വെസലിൽ കൂടെ പോകുന്ന വെള്ളം ബ്രേക്ക് ആവുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഓർ ടെൻസൈൽ strength of water. So tensile strength of water is correct option here. Next one, the introduction of tDNA into plants involved. tDNA യുടെ introduction എന്ന് പറയുന്ന agrobacterium tumefaciensൽ കാണുന്ന TI plasmid വഴിയാണ്. So here infection of the plant by agrobacterium tumefaciens is the correct option. Next one, pick up the wrong statement. Nuclear membrane is present in Monera. തെറ്റാണ്. അപ്പോൾ ഇതാണ് തെറ്റ് കേട്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. Cell wall is absent in Animalia. Correct. Protista have photosynthetic and heterotrophic mode of nutrition. Correct. Some fungi are edible. അതും കറക്റ്റ് ആണ്. Next one, in photosynthesis the light independent reaction take place at stromal matrixലാണ് light independent reaction അല്ലെങ്കിൽ dark reaction നടക്കുന്നത്. അവിടെയാണ് കാർബോഹൈഡ്രേറ്റിന്റെ സിന്തസിസ് നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following immunoglobulin does constitute the largest percentage in human milk? ഹ്യൂമൻ മിൽക്കിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന IgA ആണ്. IgG is the smallest antibody that can pass through the placenta. Next one, which of the following pairs is not correctly matched? കൊനീഡിയ പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓഫ്സെറ്റ് വാട്ടർ ഹൈസിൽ കാണുന്നതാണ്. റൈസോം ബനാനയിൽ കാണുന്നതാണ്. ബൈനറി ഫിഷൻ സർഗാസം എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിൽ വരുന്നതാണ്. അവിടെ ബൈനറി ഫിഷൻ നടക്കുന്നില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം. നെക്സ്റ്റ് വൺ, അതുപോലെ തന്നെ ഇതൊരു യൂക്യാരിയോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ UN കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ ഇയർ 2012 വാസ് ഹെൽഡ് അറ്റ് ദോഹ. ഇതിനകത്ത് നമുക്ക് ആകെ അറിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. APMT ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പൊതുവേ ഈ APMT ഈസിയാണ് ഇപ്പോൾ നടക്കുന്ന നീറ്റ് എന്ന് പറയുന്നത് കേട്ടോ.